ചേട്ടാ, മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഇപ്പോൾ പിണങ്ങി നിൽക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ച ചെയ്തൊരു വിഷയമാണ്. ശൈലജ ടീച്ചർ 2 തവണയായിട്ട് മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്നും അവരെ മാറ്റാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ CPM ശൈലജ ടീച്ചർക്ക് ഒരു പണി കൊടുക്കുകയാണ്. അതായത് ശൈലജ ടീച്ചറിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ജനപ്രിയരായ നേതാക്കളെ സംഘടനയ്ക്ക് അകത്തുള്ളവർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് തന്നെയായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ജനപ്രിയനായ നേതാവിനെ 2 തവണയും അദ്ദേഹത്തിന് മത്സരിക്കാൻ, അദ്ദേഹത്തിന് ഒരു തവണ വെറുതെ കൊണ്ടുപോയി കമ്മീഷൻ എന്തോ ഇല്ലാത്തൊരു പോസ്റ്റൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിനെ കൊണ്ട് അവിടെ ഇരുത്തി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചു മുഖ്യമന്ത്രി ആയത് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അതിനു മുമ്പ് അദ്ദേഹത്തിന് ജനം തെരുവിലിറങ്ങിയാണ് കേന്ദ്ര കമ്മിറ്റിയെ കൊണ്ട് പോളിറ്റ് ബ്യൂറോയെ കൊണ്ടും തീരുമാനമെടുപ്പിച്ചത്. ഇപ്പോൾ KK ശൈലജയുടെ കാര്യത്തിൽ അവരുടെ ജനസമ്മതിയും ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്നും അവരെ മുന്നിൽ നിർത്തിയാൽ തൻ്റെ ഇമേജിന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇമേജിന് വിഷയമാകും എന്നുള്ളത് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്തുള്ളവർ പിണറായിയെ ഭയക്കുന്നത് കൊണ്ടാണ് ശൈലജയ്ക്ക് സീറ്റ് കൊടുക്കാത്തതെന്നേ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. കാര്യം ഇവർ മുന്നിൽ നിർത്തുമ്പോൾ ഇനി ഒരു തവണ കൂടെ വിജയം ഉണ്ടായാൽ ശൈലജ ടീച്ചറിൻ്റെ ക്രെഡിറ്റ് കൊണ്ടാണ് എന്ന് പറഞ്ഞാലോ? അല്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നു, പാർട്ടിയിലെ പല ആളുകൾക്കും സീറ്റ് കൊടുക്കുന്നു. പക്ഷെ അവിടെയെല്ലാം ഒരു തഴയൽ മാത്രമാണ് ശൈലജ ടീച്ചർക്ക് കിട്ടുന്നത്. ഇപ്പോൾ വീണ ജോർജിന് കിട്ടുന്നൊരു പരിഗണന പോലും ശൈലജ ടീച്ചർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊരു ചോദ്യമില്ലേ അവിടെ? രാഹുലെ, നമ്മൾ സാധാരണ പാർട്ടി പ്രവർത്തകരായ സുഹൃത്തുക്കളോട് നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ശൈലജ ടീച്ചർ മത്സരിക്കരുത്, ഇവർ മാറ്റി നിർത്തിയെങ്കിൽ അവർ മത്സരിക്കരുത്, ഇത്തവണ അവർ മത്സരിക്കാതിരിക്കുക. അത്ര കണ്ട ഡ്രോബാക്ക് CPM തേടി ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ ശ്യാമള എന്ത് വ്യക്തിത്വമാണ്, എന്താണ് അവർക്കുണ്ടായെന്ന് അറിയില്ല. ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയില്ല. അത് എന്തുകൊണ്ടാണ്? EP ജയരാജനുമായി ആന്തൂർ സാജൻ ഉണ്ടായിരുന്ന അടുപ്പമാണ്. ഇന്നും പാർട്ടിക്കകത്ത് EP ജയരാജൻ ഒരു പക്ഷത്തും ഗോവിന്ദൻ മറ്റൊരു പക്ഷത്തുമാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലെ 2 വ്യക്തികൾ പോലെ ഇവർ തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം മത്സരിക്കുന്ന തളിപ്പറമ്പിൽ അദ്ദേഹം മത്സരിക്കുന്ന ആ സ്ഥലത്ത് MP ഗോവിന്ദന്റെ ഭാര്യ മത്സരിക്കുന്നതിന് പകരം സുകന്യയുടെ പേരാണ് പറഞ്ഞു കേട്ടത്. സുകന്യ വളരെ മെരിറ്റുള്ളൊരു നേതാവാണ്. എൻ്റെയൊക്കെ സ്കൂൾ പഠനകാലത്ത് SFIയുടെ നേതാവായിരുന്നു സുകന്യ. ഞങ്ങൾക്ക് ഇന്നും പറയുമ്പോൾ സുകന്യയെക്കുറിച്ച് പഴയ SFIക്കാർക്ക് ഇന്നും വളരെ 100 നാവാണ് SFI നമ്മളെ ഉണ്ടായിരുന്നവർക്കൊക്കെ. അപ്പോൾ സുകന്യയെ സംബന്ധിച്ച് സുകന്യയുടെ പേര് വന്നിട്ട് സുകന്യ പോയി. ഇപ്പോൾ രാഹുൽ ചോദിച്ച പോലെ അവർ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ആ രീതിയിൽ CPM ആയി. അത്തരത്തിൽ അദ്ദേഹം അങ്ങനെ കൊടുക്കേണ്ട അവർ ആറാം തമ്മിനകത്ത് പറയുന്നത് പോലെ ഇത് ട്രസ്റ്റ് ആണ്. ആരൊക്കെയാണ് ട്രസ്റ്റ്? ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയും. ഈ ഡയലോഗ് പോലെയാണ് പിണറായി വിജയൻ പറയുന്നത്. ഞാന് എൻ്റെ മക്കള് എനിക്കറിയാവുന്ന ആളുകൾ, ഞാൻ എൻ്റെ മരുമകൻ റിയാസ്, ഞാൻ പറയുന്നത് കേൾക്കുന്ന ഗോവിന്ദന്റെ ഭാര്യ, ഇതാണ് ഇപ്പോൾ CPM എന്ന് പറയുന്നത് പാർട്ടി. അപ്പൊ അവര് മട്ടന്നൂർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട്, ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ മട്ടന്നൂരിൽ നിന്ന് അവർ ജയിച്ചിരിക്കുക. EP ജയരാജൻ പോലും മട്ടന്നൂരിൽ നിന്ന് ഇത്രയും ലീഡിൽ ജയിച്ചിട്ടില്ല. അപ്പൊ അന്നേ തന്നെ, അതായത് പാർട്ടി നോട്ട് ദ പോയിന്റ് എന്ന് പറയുന്ന പോലെ ഇവർക്കൊരു ഒരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണ കണ്ണിൽ എന്തേ ശൈലജ വെട്ടിമാറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പൊ EP ജയരാജന് സീറ്റില്ലല്ലോ, MM മണിക്ക് സീറ്റില്ലല്ലോ. എന്തുകൊണ്ട് EP ജയരാജന് സീറ്റ് കൊടുക്കുന്നില്ല? EP ജയരാജൻ RSSലേക്ക് പോയില്ല. ഈ രീതിയിൽ ഉണ്ടായില്ലേ? എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചർ അവിടെ മത്സരിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശൈലജ ടീച്ചറുടെ ജനകീയ മുഖം കൊണ്ട് തന്നെയാണ് മത്സരിപ്പിച്ചത്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ രക്തസാക്ഷിയായിട്ടുള്ള ഷുഹൈബിന്റെ സ്ഥലം മട്ടന്നൂരാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രത്തോളം വൈകാരികമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലമാണ് ഈ മട്ടന്നൂർ എന്ന് പറയുന്നത്. മട്ടന്നൂർ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ അവിടേക്കാണ് ശൈലജ ടീച്ചറിനെ പോലെ ഒരു വ്യക്തിയെ CPM പരിഗണിക്കുന്നത്. അപ്പോൾ CPMനെ സംബന്ധിച്ച് ശൈലജ ടീച്ചർ അവിടെ മത്സരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. വലിയ രീതിയിൽ ശൈലജ ടീച്ചറിനായിരുന്നു അങ്ങനെ ലഭിക്കാൻ കഴിഞ്ഞു. പക്ഷേ ശൈലജ ടീച്ചർക്ക് അപ്പുറത്തേക്ക് മറ്റൊരാൾ വരുമ്പോഴത്തേക്കും അവിടെ ഒരു രാഷ്ട്രീയ സാഹചര്യം മറിയില്ലേ? തീർച്ചയായിട്ടും. അവിടെ ഇപ്പോൾ സനോജിന്റെ പേര് പറയുന്നത്, VK സനോജ് ഇപ്പോൾ യുവാക്കളെ നിർത്തുന്നില്ല എന്ന് പറയുന്നത്. അവർക്ക് വേറെ എവിടെയെങ്കിലും ഷോർ സീറ്റ് കൊടുക്കാമല്ലോ, കല്യാശ്ശേരി കൊടുക്കാമല്ലേ, തൃക്കരിപ്പൂര് കൊടുത്തൂടെ? അതൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഇത് മനഃപൂർവ്വം ബോധപൂർവം ഇവരെ സൈഡ് ലൈൻ ചെയ്യുക. കാര്യം മട്ടന്നൂര് ഈ നവകേരള യാത്ര നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രി പോയി അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് നാട്ടുകാരുടെ ഇടയിൽ ഇത്രയും ജനസമ്മതി ഇവർക്ക് ഈ പറയുന്ന ശൈലജ ടീച്ചർക്ക് ഉണ്ടല്ലോ എന്നുള്ള അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാര്യം ജനസമ്മതി. ഇപ്പോൾ സുരേഷ് കുറുപ്പിന് സീറ്റ് കൊടുത്തിട്ടില്ലല്ലോ.
എന്തുകൊണ്ട്? ജനസമ്മതരായ നേതാക്കളെ അവർക്ക് താല്പര്യമില്ല. 2 ടേം വ്യവസ്ഥ എല്ലാവർക്കും കൊടുത്തു, എനിക്ക് എന്തുകൊണ്ട് തന്നില്ല? ഇപ്പൊ പേരാവൂർ മത്സരിക്കാൻ പറഞ്ഞു, പേരാവൂർ പണി കിട്ടും ഉറപ്പാ. KPC പ്രസിഡന്റ് ഉറപ്പായിട്ട് ജയിക്കുന്ന സ്ഥലമാണ്. ഒരു തവണ എങ്ങോട്ടോ ഇവർ പേരാവൂര് നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്ക് മത്സരിക്കാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ പേരാവൂര് വെക്കാമെന്ന് പറയുമ്പോൾ ബലിയാടാകുന്നതില്ലേ? അപ്പോൾ ഏതായാലും ശൈലജ ടീച്ചറിനെ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഒരു എന്താ പറയുക, ജനസമ്മതരായ നേതാക്കളെ അവർക്ക് താല്പര്യമില്ല. രാഹുൽ, നമുക്ക് ഇതിലൊരു, നമ്മളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPM നേരിടാൻ പോകുന്നത് ഈ നേതൃത്വം എടുത്തിരിക്കുന്ന ഈ തീരുമാനങ്ങളൊക്കെ മണ്ടത്തരങ്ങളായിട്ടുള്ള അല്ല, എനിക്ക് തോന്നുന്നുണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിക്കണ്ടൊരു മന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ എന്ന് പറയുന്നത്. ആ ശൈലജ ടീച്ചറിനെ അതായത് 2ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തിരിഞ്ഞു പോലും നോക്കാത്തൊരു സാഹചര്യം, ഒന്ന് റോൾ എടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക്. ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കണം, ഈ അടുത്തിടയ്ക്ക് നിയമസഭാ സമ്മേളനം നടന്ന സമയത്ത് പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കിയല്ലോ ശബരിമല വിഷയത്തിൽ. അന്ന് ശൈലജ ടീച്ചറാണ് ഒരു ഭരണപക്ഷത്തെ ഒരു നേതാവായിട്ട്, അവരാണെങ്കിലും ഇപ്പം ഈ പറയുന്ന CPM സഭയിലെ നേതാവ് അവരാണ്. അവർ സംസാരിക്കാൻ വരുമ്പോൾ മാധ്യമങ്ങളൊക്കെ ഘോഷിച്ചു ഈ പറയുന്ന പോലെ പാർട്ടി അവരേതാ വനിതാ നേതാവായി നിർത്താൻ പോകുന്നു എന്നൊക്കെ. ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ്. അല്ലാതെ ഇവർക്ക് കാര്യം കാണാൻ വേണ്ടിയിട്ട് മാത്രമേ ഇവർ പാർട്ടിക്കകത്ത് പലരെയും ചട്ടുക മാറ്റി അവർ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പൊ G. സുധാകരന് സീറ്റ് കൊടുക്കുന്നില്ലല്ലോ. G. സുധാകരൻ അമ്പലപ്പുഴ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബേബി ഇപ്പൊ അനുനയിപ്പിക്കാനായിട്ട് നടക്കുക. ഐസക്കിന് സീറ്റില്ലല്ലോ, MM മണിക്ക് സീറ്റില്ല. പിന്നെ ഒരു തീരുമാനം നമ്മൾ സമ്മതിക്കണം, PK ബിജുവിന് സീറ്റ് കൊടുത്തിട്ടില്ല, മൊയ്തീന് സീറ്റ് കൊടുക്കില്ല എന്ന് പറയുന്നു. അതൊക്കെ അപ്പോൾ അവർക്ക് ചെയ്യാൻ അറിയാലേ. PK ബിജുവിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 7 അയലത്ത് ആൾ എടുക്കത്തില്ല. കാര്യം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? മൊയ്തീൻ അറിയാലോ. മൊയ്തീൻ ഇപ്പൊ ആരാണ്? മൊയ്തീൻ ഓർമ്മയുണ്ടല്ലോ, രാഹുലിനും അറിയാവുന്നറിയില്ല, ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ ഈ K. മുരളീധരൻ ആദ്യമായിട്ട് മത്സരിക്കുന്ന വടക്കാഞ്ചേരിയിൽ മത്സരിക്കുമ്പോൾ മൊയ്തീൻ അന്ന് വെറും ഏരിയ കമ്മിറ്റി അംഗമോ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. മൊയ്തീനെ ജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ്. അന്നത്തെ മൊയ്തീൻ അല്ല ഇന്നത്തെ മൊയ്തീൻ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇത്തരത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ. ശ്യാമള തളിപ്പറമ്പിലാണ് മത്സരിക്കുന്നത്. പാർട്ടിക്കാരന് എത്ര വെള്ളം കോരിയാൽ ജയിക്കും. കാര്യം ആന്തൂർ സാജന്റെ കേസൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അതുപോലെ EP ജയരാജനും ഗോവിന്ദനും 2 തട്ടിലാണ്. ജയരാജൻ എന്താണെങ്കിലും ശൈലജ ടീച്ചർ ഇടഞ്ഞു നിൽക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്ക് ഇത് എന്തായാലും പാർട്ടിക്ക് വലിയൊരു ക്ഷീണം. ഇപ്പൊ പേരാവൂർ അവർക്ക് സീറ്റ് കൊടുത്താലും പേരാവൂർ കൊടുക്കുന്നത് ഒരു ബലിമൃഗം എന്ന രീതിയിൽ ചിലപ്പോൾ അവരെ തോൽപ്പിക്കാൻ കൂടി ഉണ്ടാണ്, അവരെ രാഷ്ട്രീയ കരിയർ അവസാനിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. പക്ഷെ ശൈലജ ടീച്ചർ ഇത്തവണ മത്സരിക്കരുത് എന്നാണ് കണ്ണൂരിലെ സാധാരണ പാർട്ടി പ്രവർത്തകരും സാധാരണ കേരളത്തിലുടനീളം അവരുടെ കൂടെ നിന്നുള്ള സാധാരണക്കാരും പറയുന്നത്. മത്സരിക്കരുത്, കാര്യം അത്ര കണ്ട് ബ്ലണ്ടർ ആയിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ട് ഇടിഞ്ഞ് താഴെ പോട്ടെ, അപ്പോഴത്തേക്ക് പറയാമല്ലോ എടുത്ത തീരുമാനങ്ങളൊക്കെ ഗംഭീര തീരുമാനമായിരുന്നു. നമുക്ക് നോക്കാം. അതെ.